ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രുചികരമായ മീൻകറി കേരള സ്റ്റൈലിൽ എങ്ങനെ വെക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഇതിലൂടെ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റൈൽ മീൻകറി തന്നെയാണ്, അതിൻ്റെ ഒരു പുതിയ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിനായിട്ട് കേരമീനാണ് നമ്മൾ വലിയ വലിയ ക്യൂബുകളായിട്ട് കേരമീൻ മുറിച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ലേശം വിനാഗിരി കൂടി ചേർത്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി അതിനാവശ്യമായ, അതായത് നമ്മൾ പുതിയ ഒരു സ്റ്റൈൽ മീൻകറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. വളരെ രുചികരമായ മീൻകറിയാണിത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്പം ഒരു 5-6 കഷ്ണം പുളി, അതായത് കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം ചെറുതായിട്ട് ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 1 കപ്പ്, അതിലേക്ക് ഒരു 6-7 പച്ചമുളക് മുറിച്ച് വെച്ചത്, പിന്നെ 5-6 കഷ്ണം ഇഞ്ചി, അതായത് ഇങ്ങനെയുള്ള ചെറിയ കഷ്ണങ്ങൾ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചാൽ മതി, അല്ല പൊടിയായിട്ട് അരിയേണ്ട ആവശ്യം. പിന്നെ വെളുത്തുള്ളി, ഇതളുകൾ പൊളിച്ച് വെച്ച വെളുത്തുള്ളി 1/2 കപ്പ്, അതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള കറിവേപ്പില, പിന്നെ തക്കാളി ചെറുതായിട്ട് മുറിച്ച് വെച്ചത്. ഇത്രയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട്, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇതെല്ലാം കൂടെ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ കറി വയ്ക്കാനുള്ള പാത്രം എടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ കത്തിക്കുക. പാത്രം ചൂടായാൽ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകിന് ശേഷം അല്പം ഉലുവ കൂടി അതിലേക്ക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ്, അതായത് തിരി നല്ലപോലെ കുറച്ച് വെക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചിയും വെളുത്തുള്ളിയും അതായുള്ള പേസ്റ്റ് അതിലേക്ക് ഒഴിക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിപ്പോൾ അരച്ചെടുത്ത സാധനം, അതെല്ലാം കൂടെ നല്ല ഉള്ളിയെല്ലാം കൂടെ അരച്ചെടുത്തതാണ്. അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളറാകും വരെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ല തീയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഇളം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി, അതായത് ആവശ്യത്തിന് ഓരോരുത്തർക്കും വേണ്ട എരിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. ഓക്കെ, മുളക് പൊടി. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇടുക. ഇതെല്ലാം ആവശ്യത്തിനാണ്, അതായത് മുളക് പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതിയിൽ കുറവ് മതി മല്ലിപ്പൊടി. ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടിക്ക് ശേഷം ഉലുവ പൊടിച്ചത്, ലേശം ഉലുവ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ലേശം ഉലുവപ്പൊടി ഇട്ടാൽ മതി. ഇനി അതിലേക്ക് കുരുമുളക് പൊടിച്ചതിടുക. കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇനി ലേശം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മിക്സാക്കി എടുക്കണം. എന്നാൽ ചോദിച്ചാൽ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് എടുത്താൽ ഉണ്ടാകുമെന്ന്, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഇത് പേസ്റ്റ് പരുവത്തിൽ മിക്സ് ആകണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന തൊട്ട് ഇത്തിരിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ആ പേസ്റ്റ് പരുവത്തിൽ നമുക്ക്
ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ അതിങ്ങനെ കറക്കി ഇങ്ങനെയുള്ള നല്ല രീതിയിൽ അത് ഇളക്കി അത് പേസ്റ്റ് പരുവാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന കുടംപുളി അതിലേക്ക് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതും അങ്ങനെ മിക്സാക്കി എടുക്കുക. നന്നായി മിക്സാക്കി എടുക്കുക. അതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടാം. തക്കാളി ഇട്ട് ഇത് നല്ല രീതിയിൽ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിലേക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞല്ല കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇനി അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കുക. ഇനി കറി നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് ലേശം വെള്ളം കൂടെ ചേർത്ത് ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക. നമ്മളൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി നല്ലതുപോലെ തിളയ്ക്കാൻ അനുവദിക്കുക. അങ്ങനെ നന്നായി തിളച്ച് വന്ന കറിയിലേക്ക് ഇനി നമ്മൾ ക്യൂബാക്കി വെച്ചിരിക്കുന്ന കേരമീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കേരമീൻ എന്ന് പറയുമ്പോൾ ഇനി ആ മാംസത്തിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഗ്രേവി വേണ്ടവരേ ഉള്ളൂ ഇനിയും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് വെന്തിറങ്ങുമ്പോഴത്തേക്ക് കുറേ കൂടെ ഗ്രേവി ഇതിലായിക്കോളും. ആ മീൻ കഷ്ണങ്ങൾ നല്ലതുപോലെ അരപ്പിലേക്ക് മിക്സാക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. മീനൊക്കെ നല്ലപോലെ വെന്ത് കണ്ട ഗ്രേവിയൊക്കെ ഇത്തിരി കൂടിയിട്ടുണ്ട് ഇപ്പം. ഇനി അതിലേക്ക് നമ്മൾ അല്പം കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ ഈ മീൻ കറി കഴിക്കാവുന്നതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.